ഹായ് കൂട്ടുകാരെ, PSC കുട്ടീസ് എന്ന കുട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ലാബ് അസിസ്റ്റൻ്റ് എക്സാം ഒക്കെ കഴിഞ്ഞു. എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ആണെന്ന് പറയാം. കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് കുറേ ക്വസ്റ്റ്യൻസ് നെഗറ്റീവ് അടിച്ച് പോയി കിട്ടി. ഇനി പോയതോർത്ത് വിഷമിച്ചിരിക്കാൻ ഒട്ടും സമയമില്ല. അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം ദാന്ന് പറയുമ്പോൾ ഇങ്ങെത്തി. ഒരു ദിവസം പോലും വേസ്റ്റ് ആക്കാതെ ഈ ചൂടിലങ്ങ് പഠിച്ചു പോയാൽ ASMന് കുറച്ചുകൂടെ നന്നായി എഴുതാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ലാബ് അസിസ്റ്റൻ്റ് കിട്ടിയാലും ഇല്ലെങ്കിലും ഈ എക്സാമിലൂടെ മറ്റൊരു സന്തോഷം എനിക്ക് കിട്ടി. ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലിലൂടെ ആകെ ചെയ്ത കുറച്ച് വീഡിയോസിൽ നിന്ന് തന്നെ 4 ക്വസ്റ്റ്യൻസ് എനിക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. സന്തോഷവും സംതൃപ്തി എന്തൊക്കെയോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിങ്സ് ആയിരുന്നു. PSC എഴുതാൻ തുടങ്ങി വർഷങ്ങളായെങ്കിൽ പോലും ഇതുവരെ ഒരു ലിസ്റ്റിൽ പോലും പേര് വരാൻ സാധിച്ചില്ല, കുറേ പ്രിലിംസ് പാസ്സായതല്ലാതെ. എന്നെപ്പോലെ കുറേ വർഷങ്ങളായി എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ കാണും. PSC ജോലി കാണാൻ നല്ല ആഗ്രഹം കാണും, പക്ഷേ പഠിച്ചു തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ആവേശം കുറച്ചങ്ങ് തണുക്കും. എന്തെങ്കിലും ഒരു പ്രശ്നമോ വിഷമമോ വരുമ്പോഴത്തേക്കും ആ ആവേശം അങ്ങ് പോകും. ഏജ് ഓവർ ആകാറായി ഈ സമയത്തെങ്കിലും ആവേശം ചോരാതെ ഈ കണ്ടിന്യൂഷൻ നിന്നു പോകാതെ പഠിക്കാൻ വേണ്ടി ഞാൻ കണ്ടെത്തിയ ഒരു വഴിയാണ് യൂട്യൂബ് ചാനൽ എന്നത്. എൻ്റെ ഒരു സ്വഭാവം വെച്ച് ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്നതിനേക്കാളും മറ്റാർക്കെങ്കിലും വേണ്ടി ചെയ്യുമ്പോൾ കൂടുതൽ ഡെഡിക്കേഷൻ ഇടാറുണ്ട്. സ്വയം ഒന്നും നേടാനാകാതെ പോയതും ആ ഒരു സ്വഭാവം കൊണ്ട് തന്നെ. അപ്പം ഞാൻ അതിനൊരു പോസിറ്റീവായിട്ട് എടുക്കാമെന്ന് കരുതി. PSC ടെസ്റ്റ് എഴുതി ഒരു ഗവൺമെൻറ് ജോലി നേടുക എന്നത് ഒരു ശരാശരി മലയാളിയുടെ എല്ലാവരുടെയും സ്വപ്നം തന്നെയാണ്. അതെത്ര ശ്രമിച്ചിട്ടും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രമങ്ങളിൽ എവിടെ തെറ്റുപറ്റി എന്ന് തന്നെയാണ് പറയേണ്ടത്. എനിക്കും അത് തന്നെയാണ് പറ്റിയത്. ഒരടുക്കും ചിട്ടയില്ലാത്ത പഠനം. പക്ഷേ അതിൽ നിന്ന് എല്ലാം മാറ്റി ഇനി ചിട്ടയോടുകൂടിയുള്ള പഠനത്തിനുള്ള സമയമാണ്. കാരണം ഇനി എനിക്ക് വേണ്ടിയല്ല, എന്നെപ്പോലുള്ള അമ്മമാർ ചിന്തിക്കുന്നത് നമ്മുടെ മക്കൾ അവർക്കൊരു ക്വാളിറ്റി ലൈഫ് ഉണ്ടാക്കി കൊടുക്കുന്നതാണെങ്കിൽ നമുക്കൊരു ജോലി കൂടിയേ തീരൂ. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഗവൺമെൻറ് ജോലി തന്നെയാണ് ഏറ്റവും നല്ലത്. കുറച്ചു കാലമെങ്കിലും പ്രൈവറ്റ് ജോലി ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. സ്ത്രീകൾക്ക് കൂടുതലും സെക്യൂർ ആയിട്ടുള്ള സ്ഥലം ഗവൺമെൻറ് ജോലി തന്നെ. ചിട്ടയായ മുടങ്ങാതെയുള്ള പഠനത്തിലൂടെ മാത്രമേ നമുക്കിന്ന് ഒരു PSC ടെസ്റ്റ് നല്ലവണ്ണം പാസ്സാകാൻ പറ്റൂ. ഭാഗ്യം ഒരിക്കലും തുണക്കില്ല. ഭാഗ്യവും വേണം, ദൈവാധീനവും വേണം. അതിനോടൊപ്പം ചിട്ടയായ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള മാർക്ക് ഓറിയൻറ്റഡുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയുള്ള പഠനം തന്നെയാണ് ആവശ്യം. ആദ്യം മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഇവ മൂന്നും തന്നെയാണ് ആദ്യം നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. ജോലി വേണമെന്ന അടങ്ങാത്ത ആഗ്രഹവും ഒഴിച്ചുകൂടാനാവാത്ത അത്യാവശ്യം വന്നപ്പോഴേക്കും പഠിക്കാനുള്ള അവസ്ഥയും സാഹചര്യവും സാമ്പത്തികവും എല്ലാം മാറി. എത്ര പ്രതികൂലമായ സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ ആത്മാർത്ഥമായി ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദൈവം ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. അതെ, ആ വിശ്വാസത്തിലാണ് ഞാൻ. എനിക്ക് കഴിയും. അതെ, അതുപോലെ നിങ്ങൾക്ക്.